ട്രൈബൽ വകുപ്പുകൾ ഉന്നത കുലജാതിയർ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിനെ കുറിച്ച് മൈത്രേയന്റെ ഒരു വീക്ഷണം എങ്ങനെയാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരാളെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അത് ആ വിഷയം ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ആലോചിക്കാൻ പറ്റുന്നത്. നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്, മനുഷ്യൻ ഒരു കുലമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ആഫ്രിക്കയിൽ ജനിച്ച് എമ്പാടും എത്തിച്ചേർന്നവരാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കുന്ന ഈ കാലം ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കഴുത നടത്തുമ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഞാൻ അങ്ങനെ അത് പറയുള്ളൂ. ചുംബന്മാര് പലതരത്തില് ലോകത്തിനെ വഴിതെറ്റിച്ച് ഈ ഇല്ലാത്ത ദൈവത്തിനെ ആരാധിക്കാനും നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കാനും ഒക്കെ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. അതിന്റെ തുടർച്ച ഇന്നും ഈ ജനാധിപത്യപരമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നിടത്ത് ആളുകളുടെ മനസ്സിനെ കവർന്നു കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു. അത് ഈ മാധ്യമ ലോകത്തിലൂടെയുള്ള പ്രചാരണമുണ്ട്. ധനം കൊണ്ടുവന്ന് ആൾക്കാരുടെ കയ്യിലുള്ള അവകാശം, വോട്ട് കൊടുക്കാനുള്ള അവകാശം പണം കൊടുത്ത് വാങ്ങാനും കൂടെ അവർക്ക് കഴിയുന്ന ലോകം ഉണ്ടായപ്പോൾ പറയാൻ പറ്റുന്ന വരികളാണ്. നമുക്ക് എന്താണ് അതിനൊക്കെ ഒരു മറുപടി പറയുന്നത്? എത്ര പ്രാകൃതമായ മനുഷ്യരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന ദുരന്തം കൂടെ നടന്നിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാന് ഇത് പറഞ്ഞത് ആരാണെന്ന് വാക്കുകൊണ്ട് പറയാൻ തയ്യാറല്ല. കാരണം അത്രത്തോളം അധമനാണ്. അങ്ങനെ അധമന്മാരുടേതായ ലോകത്ത് അവരുടെ മൂല്യങ്ങളെ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് വരുന്ന ദുരന്തം. ഈ മനുഷ്യകുലത്തിന്റെ എന്താ പറയണ്ടേ, ഏത് തരത്തിൽ പരിശോധിച്ച് നോക്കിയാലും വ്യത്യസ്തതകളല്ലാതെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് നമ്മൾ ഒരു കാലത്ത് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. നമ്മള് നേരത്തെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ രാജ്യത്തുമുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാരെ ഒരിടത്ത് കൊണ്ടുപോയി അവരുടെ അറിവ് ഒത്തുചേർത്താണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴാണ് ഉന്നത കുലജാതനുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ ഒരു 2000 വർഷം മുമ്പുള്ള ബുദ്ധിശൂന്യന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് പറയുന്ന ഈ ആൾക്കാരെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? ഏത് മനുഷ്യനെ, ലോകത്തുള്ള ഏത് മനുഷ്യൻ, ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു ആദിവാസികളെന്ന് നമ്മൾ പറയുന്ന കാട്ടിൽ കഴിയുന്ന ആദിവാസിയായ ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ വളർത്തിയാൽ നമ്മുടെ നാട്ടിലെ ഒരു അംഗമായി മലയാള ഭാഷ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വളർത്തുന്ന ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരോ അവിടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ അവരെ പോലെ ആയിരിക്കുന്ന ഒരു ലോകമാണെന്ന് ലോകത്തുള്ളതെന്ന് അറിയുന്ന കാലത്താണ് ഇത് പറയുന്നത്. ഇത്ര അസംബന്ധമാണ്. നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ള ഇങ്ങനെ ഉളുപ്പില്ലാത്ത മനുഷ്യരുണ്ടാകുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ഉളുപ്പില്ലായ്മയാണ്. ആധിപത്യമുള്ള മറ്റു മനുഷ്യരെ കീഴടക്കാനുള്ള ആധിപത്യം എങ്ങനെ ഉപയോഗിക്കണമെന്നും പഴയകാല ആശയങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിച്ച് വീണ്ടും മനുഷ്യരെ കഴിഞ്ഞ ജന്മങ്ങളിലേക്കും എന്താണ് ജനിതക അറിവില്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് മനുഷ്യർ വ്യത്യസ്തരായതെന്ന് പഠിപ്പിക്കുന്ന പഴയകാല ബോധം നിലനിർത്താൻ വേണ്ടി, അത് വോട്ട് വാങ്ങിയ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശുംഭന്മാരായിട്ടുള്ള ആൾക്കാരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രശ്നം നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൂടാ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ പറയുന്നതിനപ്പുറത്ത് പറഞ്ഞുകൂടും. കാര്യമുണ്ട്. അതുവഴിയാണ് ഈ ശുംഭന്മാര് നിലനിൽക്കുന്നതിന് കാരണമായത്. മറ്റൊന്നും ഞാൻ സത്യത്തിൽ പറയുന്നു. ശുംഭൻ അല്ലാതെ എനിക്ക് അതിന്റെ വേണ്ടി ചർച്ചയില്ല. ഇത്രയും മതിയല്ലേ ഈ വിഷയത്തിനകത്ത്? ഇത്രയും ശുംഭന്മാരുടെ കൂട്ടായ്മയുടെ സ്ഥലമാണ് അത്. പ്രൈം മിനിസ്റ്റർ തൊട്ട് MLA വരെയുള്ള ശുംഭന്മാരുടെ കൂട്ടായ്മയാണ് അത്. ഇനി എന്ത് സനാതനം പറഞ്ഞാലും ശുംഭന്മാരുടെ കൂട്ടായ്മ. ക്രിമിനൽസ് ആണ്. മറ്റുള്ളവരെ കൊല്ലാനും തിന്നാനും മാത്രം, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന
പഴയകാല മൂല്യബോധത്തിന്റെ വ്യക്താക്കളാണ്. അവരെ പറ്റി മറ്റൊന്നും എനിക്ക് പറയാം. പക്ഷെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഈ 78 വർഷങ്ങൾക്ക് ശേഷവും ഈ പറയുന്ന ഉന്നത കുലജാതര് തന്നെയല്ലേ ഇന്ത്യയെ ഒരു ഒട്ടുമുക്ക ഭരിച്ചിട്ടുള്ളത്? ആ പറയുന്ന ഡിസ്കഷനകത്ത് ഞാനില്ല. ആ ഡിസ്കഷനകത്ത് ഞാൻ എന്റെ റീസൺ ഇതാണ്. അങ്ങനെ ഒരു ഡിസ്കഷൻ നിലനിർത്താൻ അവർക്ക് കഴിയുമെന്നുള്ളതിനകത്ത് നമ്മളെ കടിക്കരുതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ശുംഭന്മാരുടെ ആശയമാണ് സനാതന ധർമ്മം, വേറൊന്നും എനിക്ക് പറയാം.